ബന്ധുവീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു മുബശ്ശിറ. അങ്ങനെ രാത്രിയോടുകൂടി ഈ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഇതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് 1.5 വയസ്സുള്ള മകളുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 2025 നവംബർ 10-ാം തീയതിയായിരുന്നു 21 വയസ്സ് മാത്രം പ്രായമുള്ള മുബശ്ശിറയുടെ സഹോദരനായിട്ടുള്ള അബൂ താഹിറും ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകന്റെ ആ ഒരു വേർപാടിൽ നിന്നും ഇപ്പോഴും ആ കുടുംബം മുക്തരായിട്ടില്ല. അതിനിടയിലാണ് തന്റെ മകൾ മരണപ്പെട്ടു പോകുന്നത്. 3 മക്കളിൽ 2 പേരെയും വിധി ഇത്തരത്തിൽ തട്ടിയെടുത്തപ്പോൾ ആ വീട്ടിൽ ബാക്കിയാകുന്നത് ശൂന്യതയും വിങ്ങുന്ന ഓർമ്മകളും മാത്രമാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ. ചെറുപ്രായത്തിൽ 16, 18, 20, 22 വയസ്സിലൊക്കെയാണ് ഇത്തരത്തിൽ ചെറുപ്പക്കാരുകളുമൊക്കെ മരണപ്പെട്ടു പോകുന്നത്. ആ ഓരോ മരണങ്ങളും വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നാം എല്ലാവരും കേൾക്കുന്നത്. പക്ഷേ ഇത്തരം വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും എന്താണ് അതിനുള്ള കാരണമെന്ന് കൃത്യമായി പഠിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും കണ്ടെത്താനോ ആരും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണിത്. ആ സഹോദരിക്കും ആ സഹോദരനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.